told that you don't like DBs. അപ്പോൾ അതിനൊരു കാരണം ചോദിച്ചാൽ നീ എന്ത് പറയും? വന്താ സുട്ടാ സെത്ത റിപ്പീറ്റ്. അല്ലാതെ ഞാൻ ഒരു വില്ലൻ വരുന്നു, ആ വില്ലനെ പറയുന്നു അവനാണ് ഏറ്റവും പവർഫുൾ വില്ലൻ എന്ന് പറയുന്നു. ഇപ്പൊ യാമുച്ച കാണിക്കുന്നു, യാമുച്ച ഫൈറ്റർ. സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വൈബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഐ എം ഗൗരി ശങ്കർ, കോ ഫൗണ്ടർ ഓഫ് ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് എൻ്റെ കൂടെ ജുബൈർ ഖാൻ ഉണ്ട്. അവൻ കഴിഞ്ഞ 2 എപ്പിസോഡുകളായി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടും കമൻറ്റിൽ കഴിഞ്ഞ 3 എപ്പിസോഡുകളായി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടും കമൻറ്റിൽ അവനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുള്ളത് കൊണ്ടും അടുത്തൊരു എപ്പിസോഡിലേക്ക് വിളിക്കുകയാണ്. അപ്പം ഇന്നത്തെ ടോപ്പിക് വി ആർ ടോക്കിംഗ് അബൌട്ട് ഡ്രാഗൺ ബോൾ സീരീസ്. DB ആൻഡ് DBC. ഡ്രാഗൺ ബോൾ സൂപ്പറിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അതെങ്ങനെയാണ് ഇങ്ങോട്ട് മുമ്പിലോട്ട് പോകുന്നതെന്നുള്ളതിനോട് ഒരു താല്പര്യമില്ല. ഹാപ്പനിങ് ഇല്ലാതെ പോവുക. തീർച്ചയായിട്ടും 2018 അതിനൊരു സ്റ്റോപ്പ് വന്നാണ് നെക്സ്റ്റ് സീസൺ വരുമെന്ന് പറയുന്നു. അതിനിടയ്ക്ക് അതിൻ്റെ ക്രിയേറ്റർ അക്കീറ ടോറിയാമ സാൻ പുള്ളി മരിച്ചത് വളരെ വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു DB സ്പെഷ്യൽ ഞങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം പറയൂ, DBയെ കുറിച്ചുള്ള നിന്റെ DB ആഫ്റ്റർ നരൂട്ടോ, വൺ പീസും ബ്ലീച്ചും കാണുന്നതിന് മുമ്പാണ് ഞാൻ DB കണ്ടിരിക്കുന്നത്. നറൂട്ടോ കഴിഞ്ഞിട്ടാണ് നീ ഡ്രാഗൺ ബോൾ കണ്ടത്? നരൂട്ടോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രാഗൺ ബോൾ കാണുന്നത്. നരൂട്ടോ ആണെന്നൊക്കെ ഒരുപാട് മുമ്പ് കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രാഗൺ ബോൾ കണ്ട്. പക്ഷേ ഡ്രാഗൺ ബോൾ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ, നരൂട്ടോ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒറ്റ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു 10-15 എപ്പിസോഡ് ആ റേഞ്ച്. ചിലപ്പം ഞാൻ കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഈ സാധനം കാർട്ടൂൺ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളത് സ്റ്റോറി അറിഞ്ഞല്ലോ കാണുന്നത്. ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം തിന്നായിരിക്കുമ്പോഴത്തേക്ക് ഒന്ന് കണ്ടോണ്ടിരിക്കണം. അതിനുവേണ്ടി കാണുന്ന ഒരു വൈബ് അല്ലായിരുന്നോ? നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡ് അല്ല. ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു സാധനം. കാര്യം സ്കൂൾ വിട്ട് വരുന്നു, ഭക്ഷണം എടുക്കുന്നു. അല്ല, ആ സമയത്ത് നമ്മളിപ്പോൾ കാർട്ടൂൺ നെറ്റ്വർക്കിലാണെങ്കിലും ബാക്കിയുള്ളതെല്ലാം സീരിയസ്നെസ് ഇച്ചിരി കുറഞ്ഞിട്ടുള്ള, നമ്മൾ ബെൻറ്റനോ അല്ലെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ കാണുന്ന സമയത്ത് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് വേണ്ടിയുള്ളൊരു ഷോ പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഡ്രാഗൺ ബോൾ സി. അന്ന് തന്നെ ഡ്രാഗൺ ബോൾ സി ആണ് ഞാൻ ക്ലാസിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ഇതിനെല്ലാം ശേഷമാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർ ക്ലാസിക്ക്, കാരണങ്ങളുണ്ടല്ലോ, ക്ലാസിക് എന്തുകൊണ്ട് അവർ ഇത് കാർട്ടൂൺ നെറ്റ്വർക്ക് ഇടുന്നില്ല, പകരം സി ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതുണ്ടായിരുന്നു, ഡ്രാഗൺ ബോൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കുറേ സെൻസർ കട്ടുകളും കാര്യങ്ങളും. അത് കഴിയുമ്പോൾ പിന്നെ 10 എപ്പിസോഡല്ലേ ഉള്ളൂ. അതെ, ഡ്രാഗൺ ബോൾ എന്താണെന്ന് ബൾമയിൽ ചെക്ക് ചെയ്ത ഒരു ചെറിയ ഗോക്കുവിനെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. അത് പുള്ളിക്കാരൻ്റെ ഒരു കൗതുകം, കൊച്ചിറക്കനല്ലേ കൗതുകം കാണും. കുഴപ്പമില്ല, പാവം വെച്ചിത്ത. അല്ല, പക്ഷെ അതില് വെജീറ്റ എന്നൊരു കഥാപാത്രം DBCയിൽ അവതരിപ്പിക്കുമ്പോൾ വി നെവർ തിങ്ക് ദാറ്റ് ഹി വുഡ് ബി ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ബൾമ. സത്യമാണ്. കാരണം ഇവർ ഒരു ഫാമിലി പോലെ എത്തി പറഞ്ഞു. ഗോക്കുവും ബൾമ അല്ലെങ്കിൽ നമ്മുടെ കുര്യനാണെങ്കിലും, ചില ആൾക്കാർക്ക് ക്രില്ലിൻ എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ബട്ട് ഇറ്റ്സ് കുര്യനും നമ്മൾ റോഷി സമയം എല്ലാം ആയിട്ട് ഒരു ഫാമിലി പോലെ. ആ ഒരു ഫാമിലിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു വില്ലൻ ക്യാരക്ടർ വരുന്നു. ആ ക്യാരക്ടറായിട്ട് ബുൾമ വർക്കൗട്ട് ആവുന്നത് ആ സമയത്ത് യാംചയുടെ ഗേൾ ഫ്രണ്ടും കൂടെയാണ്. യാംചയായിട്ട് ഡേറ്റ് ചെയ്യുന്ന സമയം കൂടെ അത്. സത്യം പറഞ്ഞാൽ യാമച്ചേട്ടൻ എനിക്ക് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവം, എനിക്ക് ഭയങ്കര സിമ്പതി തോന്നിയിട്ടുള്ളൂ, സഹതാപം തോന്നിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് പ്രത്യേകിച്ച് ആ ഗോബ്ലിൻ എന്നുള്ളതെന്ന് പറയുന്നത് ആ ബോംബ് അവന്റെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിത്തെറിക്കില്ല. യാംച ഭയങ്കര കട്ട ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടല്ല. എനിക്ക് ഗോബിൾ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പിക്കോളെ ഓർമ്മ വന്നു. പിക്കിളൊരു അടിപൊളി കഥ. ക്യാരക്ടർ ആർക്ക് നല്ല ക്യാരക്ടർ ആർക്ക് പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഇപ്പൊ കുര്യനൊക്കെ ആണെങ്കിലും ക്യാരക്ടർ ആർക്ക് വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുര്യൻ എന്ന് പറഞ്ഞാൽ പക്ഷെ പ്രാക്ടിക്കലി അല്ല, ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രില്ലൻ ഈസ് പ്രാക്ടിക്കലി ദ സ്ട്രോങ്ങസ്റ്റ് ഹ്യൂമൻ. പക്ഷെ എനിക്ക് ലൈക്ക് പേഴ്സണലി ഐ ബിലീവ് TN ആയിരിക്കും കുറച്ചുകൂടെ എന്താ പറയുക ആപ്റ്റ് എന്ന് പറയുന്നത്. കാര്യം അവനൊരു എന്താ പറയാ, ആ സെല്ലിനെ TN 3 eyes മറ്റേ സെല്ലിനെ ഹോൾഡ് ഓഫ് ചെയ്യുന്ന സീനുണ്ട്. അവന്റെ ലൈഫ് ഫോഴ്സ് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അതൊക്കെ വെടിക്കെട്ട സീനാണ് അതില്. അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പം നരൂട്ടോ കാണുമ്പോൾ അതിനകത്ത് സാസ്കെ എന്ന് പറഞ്ഞ റൈവലുണ്ട് മെയിൻ ക്യാരക്ടറിന്. നമ്മളിപ്പോൾ മിക്ക കാണുന്ന അനിമകളിൽ ഇപ്പം ബ്ലാക്ക് ക്ലോവർ എടുക്കുകയാണെങ്കിൽ യൂണോ ഉണ്ട്, ആസ്തയ്ക്ക് റൈവലായിട്ട് ഒരു ഇൻ ആൻഡ് യാങ് വർക്ക് ആവാൻ വേണ്ടി
ഒരു റൈവലിനെ കൊണ്ടുവരും. പക്ഷേ ഈ റൈവലിനെ കൊണ്ടുവരുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം ഇതിന് മുമ്പുള്ള ഈ എസ്പെഷ്യലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസ്റ്റ് ഓഫ് നോർത്ത് സ്റ്റാറോ അല്ലെങ്കിൽ ആസ്ട്രോ ബോയോ പോലുള്ള ആനിമകളിലൊന്നും ഒരു റൈവൽ കൊണ്ടുവന്ന് ഒരു ക്യാരക്ടർ ആർക്ക് കൊടുത്ത് നിയർലി ഈക്വൽ ടു ദ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ വേറെ നമ്മൾ അധികം കണ്ടിട്ടില്ല. അങ്ങനെ ഉള്ള സമയത്താണ് വെജിറ്റ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നതും വെജിറ്റ ആ ഒരു ലെവലിന് പ്രിൻസ് ഓഫ് വെജിറ്റ ആ ഒരു ഇത് കൊണ്ടുവന്നതും ട്രെൻഡ് വരുന്നത് പോലും ആണ്. അല്ല, അതിനുശേഷമാണ് ചെറുപ്പം തന്നെ എനിക്കൊന്ന് ഈ ഒരു ഐഡിയ തന്നെ റൈവലും അതിൽ നിന്നൊരു വ്യത്യാസം ഐ തിങ്ക് അത് എനിക്കൊന്ന് അതിനകത്ത് ഈ പറഞ്ഞ വെജിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാസ്കയുടെ ഒരു ക്യാരക്ടറൈസേഷൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് മറ്റേ റോഗ മാജിൻ വെജിറ്റയുടെ സീനുമായിട്ട് നല്ല സാമ്യമുണ്ട്. റോഗ് പുള്ളിക്കാരൻ വരുമ്പോഴേ റോഗാണല്ലോ, സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ വെജിറ്റ റോഗാണല്ലോ. അതിൽ നിന്നും വെജിറ്റ എന്ന കഥാപാത്രത്തിന്റെ ഒരു ഡെവലപ്മെന്റ് വാസ് വെരി ഗുഡ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വെജിറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പവർഫുൾ വേൾഡിൽ നിന്ന് വരെ ആണ്. അപ്പോഴേ ഹ്യൂമൻസിനെ നമ്മളിപ്പോൾ മറ്റൊരു ചെറിയൊരു ഉറുമ്പിനെയോ മറ്റു ജീവികളെ കാണുന്നത് പോലെയാണ് വെജിറ്റ അന്ന് ആദ്യം മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് മനുഷ്യനിലുള്ള കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കി എന്തുകൊണ്ട് ഗോക്കു എന്ന് പറഞ്ഞ ആൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സയ്യാൻ എന്തുകൊണ്ട് മനുഷ്യനുമായിട്ട് ഇറങ്ങിപ്പോന്നു, ആ ഒരു ഇത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പിന്നെ ബുൽമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് ഇവൻ കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം ട്രെയിനിങ്ങിൻ്റെ സമയത്താണെങ്കിൽ ബുൽമ ഇവനെ വന്നിട്ട് ഒന്ന് വഴക്ക് പറയുകയും എന്താ ചെയ്യുന്ന അത് പിന്നീട് അത് സുനാടായിരുന്നു വേണ്ടുള്ളത് അവിടെ. ഓക്കെ, നിനക്കൊരു പേഴ്സണൽ ചോയ്സ് ആരെങ്കിലും തരാമല്ലോ, യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ഗോകു ഓർ വെജിറ്റ, ഹു വുഡ് യു ചൂസ്? ഒബ്വിയസ്ലി ഗോകു. ഹെയർ കളർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹെയർ കളർ ചെയ്യുന്നതോ? വെജിറ്റ അല്ലല്ലോ ആദ്യം തുടങ്ങുന്നത്. അല്ല, എനിക്ക് അവന് ബ്ലോൺസിനോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടെന്ന് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇപ്പം ഞാനിത് DBC ഫാൻസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറയുമൊന്നുമല്ല, നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം. ഇപ്പം പവർഫുൾ ആവാൻ വേണ്ടി ഇപ്പം വൺ പീസിൽ നമ്മൾ ലൂഫിക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ട് ക്യാരക്ടറിനെ ഇങ്ങനെ പുതിയതായിട്ട് വരച്ച് അവസാനം വെള്ള കളറൊക്കെ കൊണ്ടുവന്ന് സൺഗോഡ് നീക്കയാക്കി, അല്ലെങ്കിൽ ഗിയർ 4 കൊടുത്ത്, നറൂട്ടോയുടെ കാര്യം വരുമ്പോഴത്തേക്കും സേജ് മോഡ് വരുമ്പോഴത്തേക്കും ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്ക്, അങ്ങനെ മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് ലുക്സുകൾ കൊണ്ടുവരുന്നു. ഇത് ചെറുക്കൻ്റെ നീല മുടിയോട് ടോറിയാമ അത് വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലോണ്ട് ഹെയറും വൈറ്റ് കളറും ജാപ്പനീസിൽ ഈ മറ്റേ ഗൈജീൻ സംഭവം പറയുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഫോറിനേഴ്സിനോട് ഈ ജാപ്പനീസ് ആൾക്കാർക്കുള്ള ഒരു ഹേറ്റ് ഉണ്ടല്ലോ, അത് മറ്റേ എടുത്ത് വെച്ച് കാണിച്ചാണ് ആ ഏലിയൻ റേസിനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി, ആ റേസിനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ടോറിയാമ വരച്ചത്. അയാൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പം അപ്പോഴേ എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം സെയ്യൻ പവറിന്റെ മാക്സിമം എത്തുന്ന സമയത്ത് പീക്കിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ LG HD TV ലുക്കായിരിക്കും, കൊടിയുടെ ലുക്കായിരിക്കും ഇവന്റെ മുടിക്ക് മിക്കവാറും. ആ കമ്പനി ഇവൻ മാത്രമാണ് ഉത്തരവാദി, ഞങ്ങൾക്ക് ആർക്കും ഒരു പങ്കുമില്ല അതിൽ. അതെ, സ്റ്റുഡിയോയ്ക്ക് ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. ഡിസ്ക്ലൈമർ ഇവിടെ ഇട്ടേക്കാം. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് DBC ഇപ്പം DBS വരുവാണെങ്കിലും കഥാപാത്രങ്ങളുടെ കളർ ചേഞ്ച് വളരെ, എസ്പെഷ്യലി ഫ്രീസ. ഞാൻ ഇതിനു മുമ്പും ഞാനും കൂടെ ഇരുന്ന എപ്പിസോഡിൽ പറഞ്ഞു, ക്രെഡിറ്റ് കാർഡ് പോലെയാ. ഫസ്റ്റ് ഗോൾഡൻ ഫ്രീസ, ഫസ്റ്റ് ഗോൾഡൻ ഫ്രീസ, അത് കഴിഞ്ഞിട്ട് മാങ്കയിൽ ഇപ്പം ബ്ലാക്ക് ഫ്രീസ വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്സിൽ നോക്കിയ ഫസ്റ്റ് ഗോൾഡൻ കളർ കാർഡായിരുന്നു, പിന്നെ ബ്ലാക്ക് കാർഡാ വരുന്നത്. അത് പ്ലാറ്റിനം വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടത്. അതിപ്പോ ടോറിയാമ മരിച്ചത് കാരണം ഇനി അറിയില്ല, ഇനി ആർക്കും എന്തും കാണിക്കാമല്ലോ, അതുകൊണ്ട് അങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പുതിയൊരു അതിനൊരു സ്പിന്നോ ഒരു ആനിമേഷൻ സ്റ്റൈലിൽ ഇപ്പം വരുന്ന ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു. അത് ഇറങ്ങിയോ? അതൊരു ഫാൻ ഇതാണ് തോന്നുന്നു, മറ്റേ ഡ്രാഗൺ ബോൾ കാക്കുമേ. അതിന്റെ പ്ലോട്ട് ലൈൻസ് ഒക്കെ കേട്ടു, ഞാൻ വായിച്ചില്ല. പ്ലോട്ട് ലൈൻ ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് ഈ ജീറിന്റെ പ്രൈഡ് ട്രൂപ്പേഴ്സിൽ ഗോഹാൻ ചേരുന്നുണ്ട്. പിന്നെ ഒരു വാർ ഇതിനായിട്ട് ഗോക്കുനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്നുണ്ട് ഏഞ്ചൽസ്. പിന്നെ അതുപോലെ തന്നെ ബീറസ് ഹോം പ്ലാനറ്റിലേക്ക് തിരിച്ചു പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഉള്ളവരാണല്ലോ.
എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കഥാപാത്രം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങുക, ആരും അല്ല അത് ഓ അങ്ങനെ 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 ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതും അതുപോലെ തന്നെ ചിന്തിച്ചല്ലേ ആ വശം ഞാൻ പറയുന്നില്ല, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഞാനതാ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ക്ലാസിക് എപ്പോഴെത്തി മനൊന്നു സെറ്റാണ്, ഇത് കൊള്ളാം എന്ന് തോന്നി തുടങ്ങിയത് ആദ്യം ഡ്രാഗൺ ബോൾസ് കണ്ടപ്പോൾ? ഡ്രാഗൺ ബോൾ കണ്ടപ്പോൾ. ഡ്രാഗൺ ബോൾ ആക്ച്വലി ഞാൻ ആദ്യം മുതൽ എൻഗേജ്ഡ് ആയിരുന്നു. ഇപ്പം ഗോക്കു വരുന്നതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഗൂഫി ക്യാരക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരു കേജ് കിടക്കുമ്പോഴാണ് ഈ മോൺസ്റ്റർ ഗോക്കു ആണെന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. അതും അത് ലൈക്ക് ഐ വാസ് വെരി ഇൻ ടു ഡ്രാഗൺ ബോൾ. ഡ്രാഗൺ ബോൾ ആദ്യം മറ്റേ പന്നിയുടെ രൂപമുള്ള അവന്റെ പേരെന്ത് വരുന്നു? അയ്യോ അവന്റെ പേര് മറന്നേ. അത് ആ പുള്ളിക്കാരൻ ആദ്യത്തെ വരം കേൾക്കുന്നതും ആ വരം എനിക്ക് ഭയങ്കര കിടലം വരമായിരുന്നു. അത് എനിക്ക് ബ്രൂക്കുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ബേസിക്കലി അവന്റെ പേര് മറന്നു. ഹി ആസ്ക് ഫോർ പാന്റീസ്. ഡ്രാഗൺ ബോൾ കണ്ടവർക്ക് അത് കലങ്ങും. അത് കഴിഞ്ഞിട്ട് DBC കഴിഞ്ഞിട്ട് DBGT കണ്ടവർക്ക്, സോ ബേസിക്കലി GT എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നീ GT കണ്ടിട്ടുണ്ടോ? GT കാനൺ അല്ല. അപ്പം GTക്കകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തോ ഒരു ഫിനോമിന കാരണം ഷെൻറോൺ കെയോട്ടിക് ആവും. ഡ്രാഗൺ ബോൾസ് എല്ലാം പൊട്ടി ഇൻഡിവിജ്വൽ ഈവിൾ ഡ്രാഗൺ. അപ്പൊ ഈ ഫാന്റീസിന്റെ വരം ചോദിച്ചത് ഒരു ഈവിൾ ലേഡി ഡ്രാഗണാ വരുന്നത്. അപ്പം നീ ഏത് വിഷയിൽ നിന്ന് വന്നാന്ന് ഗോക്കു വയ്ക്കുന്നുണ്ട്. അന്നേരം പുള്ളിക്കാരൊന്നും മിണ്ടത്തില്ല. ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഏതാ ഈ ഈവിലാവുന്നത് ഷെൻറോൺ. അത് ആക്ച്വലി എനിക്ക് GT പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാനൺ അല്ല, അതിലാണ് സൂപ്പർ സൈൻ 4 വരുന്നത്. ആദ്യമായിട്ട് ഒരു ആനിമയുടെ കാനൺ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഫില്ലർ ഇഷ്ടപ്പെടുന്നത്. അത് പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് DBS കണ്ടതിന് ശേഷം നീ DBGT ആണ് ലൈക്ക് ഇൻ GT ദേ ആക്ച്വലി പോർട്രേ കാക്കറോട്ട് മച്ച് ബെറ്റർ. കാക്കറോട്ട് എന്ന സെയ്യനെ മച്ച് ബെറ്റർ ആയിട്ട് അവർ പോർട്രേ ചെയ്യുന്നത് GTയിലാണ്. സൂപ്പർ സൈൻ 4 ആകുമ്പോഴത്തേക്കും ഈവിൾ ഷെൻറോൺ മെഗാ ഷെൻറോണുമായിട്ട് കുറച്ച് ഡയലോഗ് എക്സ്ചേഞ്ച് ഉണ്ട്. അതിൽ വി ക്യാൻ സീ കാക്കറോട്ട് മോർ ദാൻ ഗോക്കു ഈ സൂപ്പർ സൈൻ ഫോം ആകുമ്പോഴത്തേക്കും. അതിൽ വെജീറ്റ സൂപ്പർ സൈൻ 3 സ്കിപ്പ് ചെയ്ത് സൂപ്പർ സൈൻ 4ലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഡ്രാഗൺ ബോൾസ് റെലവൻ്റ് ആണ് ഈ പറഞ്ഞ ആനിമെ വേൾഡിൽ? അതിനെക്കുറിച്ച് കമൻറ്റ് എന്തെങ്കിലും? കാരണം ഇപ്പം അകിര തൊരിയാമയാണ്, എന്തുകൊണ്ടാണ് പുള്ളിക്കാരെ ഇത്രയും സെലിബ്രേറ്റഡ് ആയത് എന്നുള്ളതിന് ഉത്തരം കൂടിയായിരിക്കും അത്. വൈ ഇറ്റ് ഈസ് ഐ തിങ്ക് ഡ്രാഗൺ ബോൾസ് ഇൻഫ്ലുവൻസ്ഡ് എ ലോട്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മൾ ആനിമയാണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും സ്കൂൾ കാലത്ത് കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ടു തുടങ്ങിയൊരു സീരീസാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ലൈക്ക് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് 2 മിനിറ്റിനുള്ളിൽ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഓട്ടമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സോ ഐ തിങ്ക് DBC ഹാസ് എ ലോട്ട് ഓഫ് റെലവൻസ് ബിക്കോസ് DBCയിൽ നിന്നാണ് നമ്മളൊക്കെ ഒരു ഭൂരിഭാഗം, ഐ തിങ്ക് അവർ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭൂരിഭാഗം ഇപ്പോൾ ആൾക്കാർ വൺ പീസിൽ നിന്ന്, അതെ വൺ പീസ് അല്ലെങ്കിൽ നറൂട്ടോ അല്ലെങ്കിൽ AOT സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേര്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് AOT സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നമുക്കൊക്കെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് DBC ആണ്. അല്ലേ? AOT സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം മണി ഹേസ്റ്റ് കാരണം കുറെ പേര് സീരീസിലോട്ട് വന്നായിരുന്നു. അതുപോലെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഇറ്റ് കൈൻഡ് ഓഫ് വിൻഡോ ടു ആനിമെ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈവൻ പീപ്പിൾ ഹു ഡോണ്ട് നോ വാട്ട് ആനിമെ ഈസ്, ദേ നോ പിക്കാച്ചു ആൻഡ് ഗോക്കു. തീർച്ചയായും അവർക്ക് ഈ 2 കഥാപാത്രങ്ങൾ അറിയാം. പക്ഷെ ലൂഫി എനിക്ക് അത്രയും ആൾക്കാർക്ക് അറിയത്തില്ല. പിന്നെ DBC did its run so Big 3 can do it comfortably. ഗോക്കു എന്ന കഥാപാത്രം അല്ലെങ്കിൽ ഗോക്കു ആൻഡ് വെജീറ്റ എന്ന 2 കഥാപാത്രങ്ങളും ആ സീരീസും കാരണം പല ആനിമേഴ്സിനും വഴി തുറന്നു വിട്ടു ഇന്ത്യൻ ജനതയിലേക്ക്. മറ്റു രാജ്യങ്ങളിൽ എനിക്കറിയില്ല. അത് എൻ്റെ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ചിറ്റേകുബോ എന്ന് പറയും, അല്ലെങ്കിൽ മസാഷി കിഷിമോട്ടോ എന്ന് പറയും, ഒഡാ സെൻസെ എന്ന് പറയും. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ സെൻസെ ചേർത്ത് പറയാറുണ്ട്, കിഷിമോട്ടോ സെൻസെ അങ്ങനെ പറയും. ചിറ്റേകുബോ എങ്ങനെ ആരും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ സെൻസെ എന്ന് വിളിക്കുമ്പം ഇവരെല്ലാവരും സെൻസെ എന്ന് വിളിക്കുന്നത് തൊറിയാമയെ. അത്രേ ഉള്ളൂ. വൈ തൊറിയാമ ഇസ് റെലവൻ്റ് എന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് എൻ്റെ ഉത്തരവാദ. കാരണം അത് നീ കണ്ടില്ലേ, മെക്സിക്കൻ കാർട്ടൽസ് ആർ ബിഗ് ഫാൻസ് ഓഫ് ഗോക്കു.
തോറിയാമ മരിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മറ്റേ ഇതാണ് ഗോക്കുവിനെ ത്രാഷ് ചെയ്തൊരു മെക്സിക്കനെ കാണാതെ പോയി. ആൻഡ് ദേ ഹോസ്റ്റഡ് ലൈക്ക് DB, അതായത് മെക്സിക്കൻ ഗവൺമെന്റ് ഒഫീഷ്യലി എന്തോ ഹോസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് DBSന്റെ ഒരു എപ്പിസോഡ്. ജപ്പാൻ എന്നിട്ട് ന്യൂയോർക്കിൽ ആദ്യമായിട്ട് മറ്റേ ഒരു സെലിബ്രേഷൻ ഉണ്ട്, എന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് ബലൂൺ ആദ്യം ഇടുന്നത് ഗോക്കുവിന്റെ. കഴിഞ്ഞ വർഷം ലൂഫിക്ക് കിട്ടിയായിരുന്നു. മറ്റേ മെക്സിക്കൻ ഗവൺമെന്റ് അത് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും ജപ്പാൻ സീസൺ അയച്ചു. എന്നിട്ട് ടോയ് ആനിമേഷൻ കേസ് കൊടുത്ത്. അപ്പൊ ജാപ്പനീസ് ഗവൺമെന്റ് മറ്റേ ബന്ധത്തിലായിട്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള കലാപരിപാടി. നീ പോടാന്ന് ഞങ്ങൾ കൂട്ടാരായത്. അതുപോലെ തന്നെ അതിനൊക്കെ ഗോക്കുവിൻ്റെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് ഇപ്പോഴത്തെ ന്യൂജൻ ആനിമെ, അതായത് ഇപ്പം ബ്ലാക്ക് ക്ലോവർ, അതേപോലെ മൈ ഹീറോ അക്കാഡമി, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ, നരൂറ്റോ, ലൂഫി പോലുള്ള ക്യാരക്ടേഴ്സിനെ മേൽ പറഞ്ഞ MCസിനെല്ലാം ഗോക്കുവിന്റെ ട്രേറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ട്രേറ്റ്സ് മാത്രമല്ല, ക്യാരക്ടറൈസേഷൻ ഈസ് വെരി എവിഡന്റ് ടു ഗോക്കു. റിലന്റ്ലെസ് ആണ്, ദേ ഡോണ്ട് ഗിവ് അപ്പ്, ദേ ഹാവ് കൈൻഡ്നെസ് ടുവേർഡ്സ് പീപ്പിൾ. ഗൂഫി ആണ്, ADHD, സിംപ്ലി ADHD. പക്ഷേ അത് ആ ഒരു പേരിനകത്ത് ആകെ എനിക്ക് തോന്നുന്നത് ഗായ മാത്രമേ, മൈറ്റ് ഗായ്, ആസ്ഥാൻ മൈറ്റ് ഗായ്. അതും വെജിറ്റേറിയൻ. വെജിറ്റ ഓൾറെഡി ഇന്നേറ്റ് ആയിട്ട് പുള്ളിക്കാരൻ അവിടുത്തെ പ്രിൻസ് ആണ്. പക്ഷെ ഹാർഡ് വർക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ലൈക് ഗോക്കു വാസ് ട്രെയിനിങ് ഇൻ ടു 100 times ഗ്രാവിറ്റി. വന്ത സുട്ട സെത്ത റിപ്പീറ്റ്. അതേസമയം വെജിറ്റ അണ്ണൻ ഇൻറ്റു 400 times ട്രെയിൻ ചെയ്തോണ്ടിരുന്നത്. എന്നിട്ടും റിവെഞ്ചിന്റെ പേരിലാണ് അത് ചെയ്യുന്നത്. അതെ, ഹി സോ ഗോക്കു അല്ലെങ്കിൽ കാക്കറോട്ട് ആസ് എ വെരി ഗുഡ് റൈവൽ. തന്നെക്കാട്ടിലും കുറഞ്ഞ ക്ലാസ്സിലുള്ള ഒരു സെയിൻ തന്നെക്കാട്ടിലും അച്ചീവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ പ്രിൻസായ എനിക്കത് പറ്റില്ലേ എന്നുള്ള ചോദ്യത്തിലാണ് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നും മാറി മാജിൻ വെജിറ്റയുടെ സാക്രിഫൈസ് കാണുമ്പോഴത്തേക്ക് അല്ല, എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കുര്യനെയും തോംചയും പറയും. കാരണം they are just humans. അതെ, യോംചയുടെ ഹാർഡ് വർക്ക് എങ്ങും എത്താതെ അയ്യോ, അത് സത്യം പറഞ്ഞാൽ സിമ്പത്തറ്റിക് ആണ് ആ ഒരു ക്യാരക്ടർ. ഈവൻ കുര്യനെ പോലെ നമുക്ക് തോന്നത്തില്ല. കാരണം കുര്യന് ചില സമയത്തെങ്കിലും ഒരു വിന്നിങ് ഒരു സിറ്റുവേഷൻസ് കൊടുക്കാറുണ്ട്. മറ്റേ ബ്ലേഡ്, പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 18. പക്ഷെ അത് കിട്ടില്ലോ, അത് ആ കുര്യൻ്റെ അത് കാണാൻ നല്ല രസം. അതുണ്ട്, ആൻഡ്രോയിഡ് 18 ഉണ്ട്. ആൻഡ്രോയിഡ് 18 കൊച്ചുണ്ട്. പുള്ളിക്കാരൻ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പൊ ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ വെർഷനിലൊക്കെ വന്നായിരുന്നു. അതെ, ആ കാര്യത്തിൽ ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദ മാൻ. ഹി സെഡ്യൂസ്ഡ് എ റോബോട്ട്, മേഡ് ഇറ്റ് ഹ്യൂമൻ ആൻഡ് ഹാഡ് എ കിഡ്. അതറിയത്തില്ലേ? പുള്ളിക്കാരൻ ആൻഡ്രോയിഡ് 18 അപ്ഡേറ്റ് ചെയ്ത് ഒരു ആൻഡ്രോയിഡ് 2024 ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അത് ആൻഡ്രോയിഡ് 18 ആൻഡ്രോയിഡ് 17 മറ്റേ ഡോക്ടറെ വിട്ടേക്ക് കുക്കുനെ കൊല്ലാനായിട്ട്. ആ സമയത്ത് ആൻഡ്രോയിഡ് 18 ഗിവ്സ് ഹിം എ കിസ്. അത് കഴിഞ്ഞ് ഈ ഫൈറ്റൊക്കെ കഴിയാണ്, എല്ലാം കഴിഞ്ഞു. ആൻഡ്രോയിഡ് 17 ചത്തു. അത് കഴിഞ്ഞിട്ട് ക്രില്ലിൻ വിഷ് ചോദിക്കുക ആൻഡ്രോയിഡ് 18 ഒരു ഹ്യൂമൻ ആക്കണം. ആളിയൻ അത് വെച്ചങ്ങ് കയറി. ദെൻ വി ആർ സീയിങ് അവിടെ പിടിച്ചു കയറി. മറ്റേ ക്രില്ലിൻ മുടിയൊക്കെ വളർത്തി കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് 18 സൈഡിൽ നിൽക്കാൻ നീ ആലോചിച്ച്. അത് മാസ്റ്റർ റോഷിയുടെ മിടുക്ക്. റോഷി ട്രെയിൻ ചെയ്ത സത്യം പറഞ്ഞ കുര്യനെയാണ് സത്യം പറഞ്ഞ മോനെ പോലെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഗോക്കു പലപ്പോഴും പലയിടത്തായിട്ട് ഫൈറ്റിലാണ്. കുര്യനാണ് കൂടുതലും കൂടെ നടക്കുന്നത്. മറ്റേ കടയിൽ പോയി ചന്തയിൽ പോകുന്നത് വരെ കുര്യനാണ്. അത് നീന്തി പോണം. പെണ്ണിനെ പിടിച്ചോണ്ട് വരുന്ന അവന്മാർ മറ്റേ തുമ്മുമ്പം കഥാപാത്രം മാറുന്ന ടീം. അവള് കിടിലോ, അവളെ സ്റ്റാർട്ടിങ് കാണിക്കാൻ കിടിലോ കേട്ടോ. മാസ്റ്റർ റോഷി ആക്ച്വലി ഈസ് അണ്ടർറേറ്റഡ്. റോഷിയുടെ സ്ട്രെങ്ത് 2 അവസരങ്ങളിലെ കാണിക്കുന്നു. ഒന്ന് മറ്റേ ഗോക്കു അവിടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏതാ മറ്റേ പൂച്ച ഉണ്ടല്ലോ, പൂച്ചയുടെ പേരെന്തായിരുന്നു, മറ്റേ ഇതിന്റെ മുകളിലുള്ള, എനിക്ക് ഇത് പേര് ഓർമ്മയില്ല. ആ സമയത്ത് ഇവിടുന്ന് ഇവന്റെ പവർ യൂസ് ചെയ്ത് കാണിക്കും. ഇവനാ മറ്റേ ബോഡി മൊത്തം മാറി. അത് കറക്റ്റ് അങ്ങനെ എടുത്തിട്ടാണ് യാമമോട്ടോനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീച്ചിലുണ്ടാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈവൻ ആ ക്യാരക്ടറുടെ ലുക്ക് മുതൽ ആ ഒരു പവറപ്പ് വരെ ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. കാരണം ആ ബോഡിയുടെ രൂപം മൊത്തം മാറും ഇവന്റെ. അതേ കണക്കെ യാമമോട്ടോയുടെ അതിനകത്ത് ബ്ലീച്ചിനകത്തും മാറുന്നത്. ലുക്കിൽ വരെ സിമിലാരിറ്റി ഉണ്ട്. DBSലും കാണിക്കുന്നുണ്ട്. DBSലും പിന്നെ അതുപോലെ തന്നെ DBയിലും കാണിക്കുന്നത്. DBCയിലുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതാ ആരാ മാസ്റ്റർ റോഷിയുടെ സീൻ?
ഉണ്ട്, സീലുണ്ടോ? സീലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇതെല്ലാം കൂടി ചവറ് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3-4 വർഷത്തിന് മുകളിലായി ഞാനീ പറഞ്ഞ കണ്ടിട്ട്. സോ അതുകൊണ്ട് പേരുകൾ കുറേയൊക്കെ ഓർമ്മ വരാതിരിക്കും, സ്വാഭാവികം. തീർച്ചയായിട്ടും. പിന്നെ നീ DBC ഇത് കണ്ടായിരുന്നോ? അബ്രിഡ്ജ്ഡ് ആണ് ആക്ച്വലി കെയിം അപ്പ് വിത്ത് ഓൾ ദിസ് ഷെറ്റ്. അതായത് ഗോകു ഇസ് എ ബാഡ് ഫാദർ, പിന്നെ അതുപോലെ തന്നെ ബാഡ് മൗത്തിങ് വെച്ചിട്ട് ഐ ആം ദ ഹൈപ്പ് സീനൊക്കെ. കാണാത്ത ആൾക്കാർക്ക് മറ്റേ ഇവിടെ Who's Kami? Who the fuck is Kami? He's a god. And I am the god. Do you believe in that hype? I am the hype. അത് അബ്രിഡ്ജ്ഡ് ആ സീന്. അബ്രിഡ്ജ്ഡ് ആണ് മൊത്തം കൊണ്ടുവന്നത്. ഒരു ഭൂരിഭാഗം ആൾക്കാർ ആക്ച്വലി they watched abridged more than the original series. And now we have this. You, Namekian, too strong. Explain now. He fused with Kami so we could become stronger. The f***'s a Kami? Basically God. But I'm still here. Do you really believe your own hype that much? I am the hype. DBC അത് കണ്ടിട്ടില്ലെങ്കിൽ ഡു സെർച്ച് ഇറ്റ് ഔട്ട്. DBC അബ്രിഡ്ജ്ഡ് കിടിലാണ്. ഇരുന്ന് ചിരിക്കും, മറന്നു പോയില്ല ആ സാധനം. അതുപോലെ തന്നെ പിക്കിളോയ്ക്കും ഇപ്പോൾ ഒരു സൂപ്പർ പവർ അല്ല ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിക്കോളോ ഇനിഷ്യലി മുതൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. ഈവൻ ആഫ്റ്റർ ദ തെങ്കാച്ചി 3 or 4 അല്ലേ, 4 or 5 പിക്കോളോ വരുന്നത്? 3 തോന്നുന്നു. കണ്ടിട്ട് ഒത്തിരിയായി, അതുകൊണ്ട് അതിനുശേഷം ആ ഒരു ഫൈറ്റിന് ശേഷം മുതലേ എനിക്ക് അതൊരു സീനുണ്ടല്ലോ, മറ്റേ പുള്ളിയുടെ തൊപ്പിയെടുത്ത് മറ്റേ ഫ്രീസ ഫോഴ്സിന് കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുക്കും, പിടിക്കുന്ന ഒരൊറ്റ പോക്കെങ്കോ. ഫ്രീസ ഫോഴ്സ് കിടിലല്ലേ ഫസ്റ്റിലെ വന്നിട്ട് നിൽക്കുക, വൈബ് ടീമുകളാ. അത് ടീം ജിയോ അത് വന്ന സുട്ട സെത്ത റിപ്പീറ്റ്. അതുപോലെ തന്നെ ഗോകുവിന്റെ ഫാദറിന്റെ റെഫറൻസ് ഉണ്ട്, ബാർഡോക്കിന്റെ റെഫറൻസസ് വരാറുണ്ട്. ബാർഡോക്ക് ഈ മറ്റേ പുള്ളിക്കാരൻ്റെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു ആദ്യം വരുന്ന സേൻ്റെ? മറന്നുപോയി. ഫസ്റ്റ് ഒരു സെയിം വരുമല്ലോ വെജിറ്റയുടെ കൂടെ. നാപ്പ കെയർ ടേക്കർ ആയിരുന്നു. നാപ്പയുടെ മൊട്ടത്തലയുടെ മേളിൽ ഗോകു കയറി നിൽക്കുന്ന സീനായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം പീപ്പിൾ ആർ സേയിങ് ദാറ്റ് അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് വാസ് ഫോർഷാഡോഡ് ഫ്രം DBC ഇറ്റ്സെൽഫ്. അതിനോട് നീ യോജിക്കുന്നുണ്ടോ? എനിക്ക് അതിൻ്റെ ഗ്ലിംസ് ഒന്നും കിട്ടിയിട്ടില്ല. ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് വന്നിട്ട് സെയിൻസോ ആയിട്ടുള്ള ഫൈറ്റ്, അതായത് വെജിറ്റൈൻ ആപ്പ് ആയിട്ടുള്ള ഫൈറ്റ്. 2 സൂപ്പർ സെയിൻ 3 ആയിട്ട് ബീറസിനെ ഫസ്റ്റ് എൻകൗണ്ടർ ഉണ്ട്. ബീറസിനെ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഗോകു തന്നെ പറയുന്നുണ്ട് വിത്തൗട്ട് മൈ കൺട്രോൾ മൈ ബോഡി ജംപ് ബാക്ക്. അതാ ഇങ്ങനത്തെ കുറച്ച് സീൻസിലെ ഇത് മാത്രമാണ് DBC അവസാനം ഒരു കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞ ഇതൊക്കെ. ഇനിഷ്യലി ഒന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു മേ ബി എനിക്കത്ര എവിഡൻ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആ ഒരു കാര്യം. ഈ പറഞ്ഞ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഒരു if someone asks you to choose between the OG Super Saiyan or Ultra Instinct movement, അതായത് അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റിനും സൂപ്പർ സൈനും ഇടയ്ക്ക് അല്ലെങ്കിൽ ആ 2 ഓപ്ഷൻസിൽ നിന്നോട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നീ ഏത് ചൂസ് ചെയ്യും? ഞാൻ ഇത് രണ്ടും ചൂസ് ചെയ്യാതെ ക്ലാസിക് ഗോകുവിനെ ചൂസ് ചെയ്യും. DBയിലെ ഞാൻ ഈ 2 മൂവ്മെന്റ്സിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ സൂപ്പർ സൈൻ. അത് ഇനിഷ്യലി നമ്മൾ ആ സൂപ്പർ സൈൻ ആണെന്ന് അറിയുന്നതും ദാറ്റ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ വാസ് ഗ്രേറ്റർ ദാൻ ദ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ്. കാരണം ഫാനാണ് ലൈക്ക് ആ നാമക്ക് വെച്ചിട്ടുള്ള ആ സീൻ ഒരു രക്ഷയില്ല. അല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒബിയസ്ലി ഒരു ഐഡിയ കിട്ടും ഹി ഈസ് ഗോയിങ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. കാരണം പവർഫുള്ളായി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു നമ്മളെ ഒരു ഇമാജിനേഷന് പുറത്ത് പോയി കഴിഞ്ഞു എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു യൂണിവേഴ്സിനെ ഒറ്റയടിക്ക് ഗോകു തീർക്കുന്നതായിട്ട് കാണിച്ചാലും നമുക്കത് ഓഫ് കോഴ്സ് ഹി ക്യാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നു. പക്ഷെ അതിന് മുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. ഹി വാസ് ജസ്റ്റ് അതെ ആ ഒരു നമുക്കൊരു ഫ്രീസനെ ഓവർ പവർ ചെയ്യുന്ന ഒരു ചിന്തയില്ലാതിരിക്കുന്ന സമയത്ത് ആ ഗോകുവിന്റെ റേജ് ആണെങ്കിലും അതായത് എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ സീനാണെങ്കിലും സ്റ്റിൽ ഹാസ് എ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അത് ആക്ച്വലി ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ പീപ്പിൾ വുഡ് ഹാവ് കോൾഡ് ഇറ്റ് ഓവർ റേറ്റഡ് തോന്നുന്നു. അത് ഞാനൊരു കാര്യം വേണം, എനിക്കിപ്പം ഡ്രാഗൺ ബോൾ സി എൻ്റെ ഫേവറേറ്റ് ആനിമൽ ലിസ്റ്റിലുള്ള സാധനമൊന്നും അല്ല.
ഡ്രാഗൺ ബോൾ സി അറിയാം, ഈ ഡ്രാഗൺ ബോൾ സി ആണ് ഒരു ബേസ് ഉണ്ടാക്കിയത് പല ആനിമേക്കും പല ക്യാരക്ടറൈസേഷൻസിനും എന്നറിയാം. എനിക്കിഷ്ടപ്പെട്ട പല ക്യാരക്ടേഴ്സിൻ്റെയും എവിടെ നിന്നാണ് അതിനെല്ലാം അഡാപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ ഗോക്കു എന്നും ഈ പറഞ്ഞ അക്കിറ തൊറിയാമയുടെ മൈൻഡ് സെറ്റിൽ നിന്നുമാണ്. ഹവെവർ ഇപ്പം പുതിയ ആനിമ വരുമ്പോഴത്തേക്ക് പലരും അതിനെ വെച്ചിട്ട് ഈ പഴയ ആനിമേഷനെ കമ്പയർ ചെയ്യാറുണ്ട്. ഇഷ്ടം പോലെ. ദാറ്റ്സ് ബാഡ് ആക്ച്വലി. കാരണം ഇപ്പം ഈ ഒരു പഴയെല്ലാം അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ആണെന്ന് പറഞ്ഞാലും ഈ പുതിയ ആനിമകളിൽ കുറച്ചും കൂടി ഈ വ്യത്യാസമല്ല, കുറച്ചും കൂടി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല കൺസ്ട്രക്റ്റഡ് സ്റ്റോറി ലൈൻ പല ന്യൂ ആനിമേസിലും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഇതിനെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമ്മളൊരു ബേസ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ഇപ്പം പഴയ സിനിമകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയത് പുതിയ ഏറ്റവും കൂടുതൽ എലാബറേറ്റ് ആയിട്ട് നല്ല സ്റ്റോറി ലൈനും കൂടുതൽ ഈ ആനിമേഷൻ കാര്യങ്ങളുള്ള സിനിമകളിൽ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇത് എവിടുന്ന് തുടങ്ങി എന്നുള്ളത് ആ റൂട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ റൂട്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന സാധനങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ AOT സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. AOT is a very intense anime. അത് കണ്ടിട്ട് അതിൽ നിന്ന് നറൂട്ടോയിലേക്ക് പോയിട്ട് നറൂട്ടോസ് മിഡ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് യു കാൻ കമ്പയർ ദോസ് ടു ആനിമേസ്. എങ്ങനെ നോക്കിയില്ല കമ്പയർ ചെയ്താൽ പോലും ഷോനനാണ് ഓക്കെ ആയിക്കോട്ടെ. കമ്പയർ ചെയ്താൽ പോലും അറ്റാക്ക് ഓൺ ടൈറ്റനും നറൂട്ടോ വെച്ചോ ഒരു മിഡ് എന്ന് പറയാൻ പറ്റില്ല. രണ്ടും കൊള്ളാം. എന്തുകൊണ്ട് വൈ പീപ്പിൾ കാൺട്ട് അക്സെപ്റ്റ് ദാറ്റ് ബോത്ത് ആർ ഗുഡ്? ഇപ്പൊ എന്റേത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഐ ഹാവ് സീൻ പീപ്പിൾ കമ്പയറിംഗ് AOT ആൻഡ് വിൻലൻഡ് സാഗ. അല്ല ഈ ആൾക്കാരെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ എനിക്ക് ഒരെണ്ണം ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്തതും മറ്റ് എല്ലാ ആനിമയും ഞാൻ ത്രാഷ് ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുണ്ട്. So we dedicate this dialogue to those people. We have them in our comments. We know who they are. You guys are wrong. അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം എന്ന് വെച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെയോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയോ ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് വെച്ച് മറ്റൊരാളെ മോശമായി ചിത്രീകരിക്കുന്നത് വളരെ 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 ആനിമയാണ്. കാരണം ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ എടുത്തിട്ടുള്ള പല ആനിമകളും ഇപ്പം ഒരു സെയിനൻ ആനിമ ആയ വിൻലൻഡ് സാഗ എടുത്തിട്ട് ഒരു ഷോനൻ ആനിമയായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം വിൻലൻഡ് സാഗ എടുത്തിട്ട് എന്താ പറയുക, ഒരു ഹാപ്പനിങ് ഇല്ല ആനിമയ്ക്കകത്ത്, ഒരു പോക്ക് ഭയങ്കര ഡ്രാഗിങ് ആയിട്ട് പോകുന്നു എന്ന് പറയാം. അതേ കണക്ക് തന്നെ ഇപ്പം ഇതെടുത്തിട്ട് വൺ പീസിന്റെ സ്റ്റാർട്ടിങ് എപ്പിസോഡ്സ് ഒക്കെ എടുത്തിട്ട് വളരെ ആനിമേഷൻ വളരെ മോശമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഡ്രാഗൺ ബോൾ സി എടുത്തിട്ട് പറയുന്നുണ്ട് ആനിമേഷൻ മോശമാണ്. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് പറയുന്നവരുണ്ട്. I don't see what's politically correct or incorrect in DBC, but okay. മനസ്സിലായില്ലേ? അതിലേക്ക് കൂടുതൽ പോകാത്തത് നമുക്ക് ക്യാൻസൽ ആവാൻ താല്പര്യമില്ല. മറ്റേ ക്രിയേറ്റീവ് ഡിഫറൻസസ് തോന്നുന്നവരെ DM ചെയ്യുക, കമന്റ് ചെയ്യരുത്. അല്ല ഇങ്ങനെ എന്തിനു അല്ല അത് പറയാൻ ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം പഴയ ആനിമേസ് എടുത്തിട്ട് പുതിയ ആനിമേഷൻ സ്റ്റൈൽസുമായിട്ട് മാത്രമല്ല സ്റ്റോറി ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത് താല്പര്യമില്ല എന്നല്ല, അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്തിട്ട് സ്വന്തമായിട്ടിരിക്കുക, സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുക, എന്നിട്ട് അത് പറയുക ഞാൻ മറ്റേതിനേക്കാളും നല്ലത് ഇതാണെന്ന്, എനിക്ക് അതാണെന്ന് തോന്നുന്നെന്ന് പറയുന്നതും നല്ല വ്യത്യാസമാണ്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ഡ്രാഗൺ ബോൾസ് ഇപ്പം എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് ഡ്രാഗൺ ബോൾസ് ഇഷ്ടമല്ല. വൈ എനിക്കിഷ്ടമല്ല? കാരണം ദാറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ്, എനിക്കിഷ്ടമല്ല. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ആ സെയിം ആസ് അത് കൊള്ളത്തില്ല, ദാറ്റ്സ് എ ബാഡ് ആനിമേ, ഇറ്റ് വാസ് മിഡ്, അതുമായിട്ട് വ്യത്യാസമുണ്ട്. One thing about DBC is that everyone knows that. ഇപ്പം ഞാൻ പേഴ്സണലി ഐ ആം വർക്കിംഗ് ഇൻ എൻ അമേരിക്കൻ കമ്പനി. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പനിയിലുള്ള ആൾക്കാരിൽ ഒരു നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് പോലും ആനിമേ എന്ന് പറയുമ്പോഴത്തേക്കും ദേ നോ ദാറ്റ് ദർ ഈസ് എ സച്ച് തിങ് കോൾഡ് ഡ്രാഗൺ ബോൾ ആൻഡ് ക്യാരക്ടർ കോൾഡ് ഗോക്കു. ദേ ഡോണ്ട് നോ ദാറ്റ് ദർ വാസ് എൻ എറൺ ലിവിങ് അറൌണ്ട് സം ഇൻ എൻ ആനിമേ വേൾഡ്. ദർ വാസ് എ Naruto living, maybe some people, many people, but not as same as Goku. അല്ലെങ്കിൽ ലൂഫി ഓർ മറ്റേ നമ്മൾ എന്തായിരുന്നു അറ്റാക്ക് ഓൺ ടൈറ്റനില്ല പുള്ളി ആൾക്കാർ പറയുന്നത് അവനാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഫാൻസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പോസ്റ്റ് ആക്കണ്ടായിരുന്നു.
ലെവിയ ലെവി അക്കർമാൻ, ലിവായ് ലീവായ് അക്കർമാൻ. അവനോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. പലപ്പോഴും ആലോചിക്കുന്നത് ഈ മലയാളത്തിലേക്ക് വരുമ്പോൾ ഉള്ള പേരുകളുടെ വ്യത്യാസം. ലിവായ് അക്കർമാൻ, ലെവി അക്കർമാൻ, ലെവി അക്കർമാൻ അങ്ങനെ കുറെ. ഞാനിങ്ങനെ തിരുത്തണമെന്ന് വിചാരിക്കും, പക്ഷെ പറയുമ്പോൾ അങ്ങനെ ആയിപ്പോവും. ലെവിയേ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഡ്രാഗൺ ബോൾ സി സെറ്റ് ദ പാത്ത് ഫോർ ദ ആനിമേസ് വി ആർ സീയിങ് ടുഡേ. നമ്മളെല്ലാവരും നമ്മൾ ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ട് നടക്കുന്ന ആനിമകളും നമ്മളൊന്ന് കാണുന്ന ഇതാണ് ഡ്രാഗൺ ബോൾസെക്കാളും കിടിലം, ഇതാണ് ഡ്രാഗൺ ബോൾസെക്കാളും വലുതെന്ന് പറയുമ്പോഴും അവരോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പം എനിക്ക് പേഴ്സണലി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, എനിക്ക് ഡ്രാഗൺ ബോൾ ഇഷ്ടമല്ല. പക്ഷേ എനിക്കിഷ്ടമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ബാഡ്. ഇറ്റ് ഈസ് ബാഡ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ബാഡ്, ഇറ്റ് ഇസ് ബാഡ്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇറ്റ്സ് ബാഡ് എന്ന് ഞാൻ പറയുന്നില്ല. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ദേ സെറ്റ് എ പാത്ത് ഫോർ ദ ആനിമേസ് വി ആർ സീയിങ് ടുഡേ. ദേ സെറ്റ് എ പാത്ത് ഫോർ ദ ആനിമേഷൻ. കാരണം ആനിമേഷൻ, അതിന് മുമ്പത്തെ ആനിമേഷൻ ഇതിനേക്കാൾ വളരെ മോശമാണ്. ഡ്രാഗൺ ബോളിനകത്തുള്ള കാണിക്കുന്ന ആനിമേഷനെക്കാളും വളരെ മോശമായിട്ടുള്ള ആനിമേഷൻ ഇതിന് മുമ്പ് ഒരുപാടുണ്ട്. ഈ ഒരു ആസ്ട്രോ ബോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആനിമകൾ എടുക്കുകയാണെങ്കിൽ വെൻ കമ്പയറിംഗ് ടു ദാറ്റ് ഡ്രാഗൺ ബോളിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. പിന്നെ ആ മാങ്ക ഡ്രാഗൺ ബോൾ എന്ന മാങ്ക ആർട്ടിസ്റ്റും കൊണ്ടുവരുത്തിയ ഒത്തിരി മാറ്റങ്ങൾ ആണ് നമ്മളിപ്പോഴും പലപ്പോഴും എൻജോയ് ചെയ്യുന്നത്. അതൊരു സെറ്റ് ജോണറുണ്ട്. ഇപ്പം നമ്മൾ കാണുമ്പോഴത്തേക്കും ആദ്യം ഒരു ഫൈറ്റ് ഇങ്ങനെ വരണം, അതായത് ഈ ഒരു റൈവൽ ഇങ്ങനെ വരുന്നു, അതിനകത്ത് നടൻ ഇങ്ങനെ തോക്കുന്നു, അതിനുശേഷം ഇങ്ങനെ ഓവർകം ചെയ്യേണ്ടുള്ളത് എങ്ങനെ ഓവർകം ചെയ്യുന്നു, അവിടെ ഒരു മോട്ടിവേഷൻ എങ്ങനെ വരണം, അതുപോലെ തന്നെ ഒരു മെന്റർ ആയിട്ടുള്ള ഒരു കഥാപാത്രം വരുന്നത്. ഈ മെന്റർ എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ മെന്റർ ക്യാൻ ബി എ പേവ്, ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഷുഡ് ബി ബോൾഡ് ലൈക്ക് ബുൾമ. നമ്മളെ പിന്നെ കണ്ടുള്ള മിക്ക അനിമകളിലും അങ്ങനെ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. ഇപ്പം ഇതെടുക്കുകയാണെങ്കിൽ നരുട്ടോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സാക്കുറയുണ്ട്, നാമിയുണ്ട്, ഇവിടെ നാമിയുണ്ട്. ബ്ലീച്ചിനകത്ത് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇതിനൊക്കെയുള്ള സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ക്ലോവർ പോലെയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ നൊയേലുണ്ട്, വനേസ് ഉണ്ട്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഇവരെല്ലാം ഈ ഒരു പാത്ത് മൊത്തം സെറ്റ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഒരു ബുൽമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചീച്ചി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു. അവർ സ്ട്രോങ് ആണ്, ദേ ആർ സ്ട്രോങ്, ദേ ആർ നോട്ട് ജസ്റ്റ് കവായി തിങ് അങ്ങനെ കാണിച്ചുകൊണ്ടല്ലാതെ കൊണ്ടുവരുന്നു. അങ്ങനെ കുറെ സെറ്റപ്പ് ചെയ്ത കുറച്ച് ഒരു സീനിൽ ലൈക്ക് വൽമ ബീർസിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് വെജിറ്റയുടെ റേജ് എന്ന് പറയുന്നത് അതൊരു വെടിക്കെട്ട സീനാണ്. ഇല്ല, ഈവൻ ഈ പറഞ്ഞ ബുൽമ ഏറ്റവും കൂടുതൽ എടുത്തിട്ടില്ല, അവനെ അടിച്ചോടിച്ചിട്ടുണ്ടല്ലോ ഈ ഗോകുൽ. എത്ര ആണ് തലക്കിട്ടടിച്ചിട്ടുണ്ട്. അത് ആ മൂവിയുടെ ലാസ്റ്റ് ഗോകു ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടക്കാം, സൂപ്പർ സൈൻ ഗോഡ് കഴിഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വെജിറ്റ പറയുന്നുണ്ട്, ഞാൻ നിന്നെ സർപ്പാസ് ചെയ്തു. ഐ നോ, I heard you calling Bulma. ബോൾമ എന്നിട്ട് കഴുത്തിൽ പിടിച്ചിട്ട് 2 അടി. ഇതൊക്കെ കണ്ടോണ്ട് എന്നിട്ടാണോടാ നീ താഴോട്ട് വരാത്ത? അല്ല, ആ മീറ്റർ ഇപ്പോഴും പിടിക്കുന്നുണ്ട് ആനിമകളിൽ. പിന്നെ നാമി എല്ലാ ദിവസവും ചെയ്യുന്നു. നാമിക്ക് ചില അർമമെന്റ് ഹാക്കിയും കോൺകറർ ഹാക്കിയൊക്കെ ലൂഫിക്ക് കിട്ടുന്നതിന് മുമ്പേ തന്നെ കിട്ടിയ ആളാണ് നാമി എന്ന് പറയുന്നത്. കഴുത്തിന് പിടിക്കുന്ന ഇത് കരഞ്ഞു സുമിമസേ, ഇത് കരയെന്ന് പറയാ. എടാ നീ ഒരു യോങ്കോടാ, അതിനോട് പ്രസക്തി ഇല്ല. അതോടെ പ്രസക്തി. അത് ഇവൻ ഉസപ്പല്ലേ ഇരുന്ന് ലൈറ്റ് ബാക്കി ഒളിച്ചിരുന്നിട്ട് പറഞ്ഞു. എനിക്ക് DBC you told that you don't like DBC. അപ്പൊ അതിനൊരു കാരണം ചോദിച്ചാൽ നീ എന്താ പറയും? വന്താ സുട്ടാ സെത്ത റിപ്പീറ്റ്. അല്ലാതെ ഞാൻ ഒരു വില്ലൻ വരുന്നു, ആ വില്ലനെ പറയുന്നു അവനാണ് ഏറ്റവും പവർഫുൾ വില്ലൻ എന്ന് പറയുന്നു. ഇപ്പൊ ആദ്യം യാമുച്ച കാണിക്കുന്നു, യാമുച്ച ഈസ് ദ ബെസ്റ്റ് ഫൈറ്റർ ഇൻ ദിസ് തെങ്കാച്ചി ആൻഡ് ഗോകു സർപ്പാസിം. അതിനുശേഷം പറയുന്നു യാമുച്ച ഒന്നും അല്ലടേ, വേറെ ആളുണ്ട് എന്ന് പറഞ്ഞ് മറ്റവനെ കൊണ്ടുവരുന്നു, അവനെ അവസാനം അടിച്ചു വെപ്പിക്കുന്നു. അത് കഴിയുമ്പോൾ ഇവന്മാരൊക്കെ ഏത് പിക്കളോ വരും, പിക്കളോ ആണ് ഏറ്റവും പവർഫുൾ ക്യാരക്ടർ വേൾഡിൽ. അങ്ങനെ പിക്കളോ വരുന്നു, അവനെ തോപ്പിച്ച് കഴിയാൻ പറയും പിക്കളോ അല്ല ഏട്ടാ, പിക്കളോ അല്ല, ഇനി വരും എന്നും പറഞ്ഞ് അടുത്തവനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഇത് മോസ്റ്റ് പവർഫുൾ എന്ന് പറയുന്ന ഒരു മീറ്റർ ഇങ്ങനെ കയറി പോവുക. അതിനനുസരിച്ച് തന്നെ ഈ പറഞ്ഞ മെയിൻ ക്യാരക്ടർ ആദ്യം അവനോട്ട് ഫൈറ്റ് ചെയ്യുന്നു, തോക്കുന്നു. ഇപ്പം തെങ്കാഴ്ചക്ക് തന്നെ ചെയ്യുന്നു, ഇല്ലെങ്കിൽ തോക്കുന്നു. തോറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ പോയി ട്രെയിൻ ചെയ്യുന്നു, വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു, തോപ്പിക്കുന്നു, ഇല്ലെങ്കിൽ ചത്തു പോകുന്നു. ചത്ത് കഴിയുമ്പോഴത്തേക്കും കാമസാമ പറയുന്നു നീ തിരിച്ച് നാട്ടിൽ പൊക്കോളാൻ പറയുന്നു. അങ്ങനെ വീണ്ടും ഗൾഫിൽ നിന്ന് നാട്ടി വരുന്നു, അല്ല ഹെവനിൽ നിന്ന് നാട്ടി വരുന്നു.
അങ്ങനെയാണ് വിലക്കോൻ പോക്കോ. ഞാൻ തോന്നിയാണ് ഞാനല്ലല്ലോ എഴുതി വെച്ചതൊന്നും. മക്കളെ ചോക്ലേറ്റ് ഒന്നും കണ്ടുവന്നില്ല. കാവ്യസഭ അണ്ടിപ്പരിപ്പ് കെട്ടിവിട്ടാ വിട്ടത്. അങ്ങനെ തിരിച്ചു വരുന്നു, വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു, തോപ്പിക്കുന്നു, വന്ന സുട്ട സെത്ത റിപ്പീറ്റ്. ഇതാണ് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ കാണിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഓരോ ക്യാരക്ടറുകൾ വരുന്നു, അതായത് തോക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ക്യാരക്ടറുകൾ വരുന്നു, അവർ തോക്കുന്നു, അവർ പോകുന്നു, അത്രേ ഉള്ളൂ. ഇത് മറ്റേ നമ്മളെ കേരള മറ്റേ ഇതിന് ചെസ് നമ്പർ 1 അങ്ങനെ വരുന്നു, തോക്കുന്നു, പോകുന്നു, ഈ ഒരു സെറ്റപ്പ് എനിക്ക് കലോത്സവത്തിനെ പറയരുത്, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പിടിക്കത്തില്ല. അപ്പോഴേ അത് വൈ ഐ ആം സ്പെൻഡിങ് ടു മച്ച് ടൈം ഇൻ ദാറ്റ്. നീ പറഞ്ഞ കോമൺ തിങ് ഇൻ എവറി ആനിമെ വില്ലൻ അല്ലെങ്കിൽ DBCയിലെ വില്ലന്മാരെ തോപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും സൗമ്യ ഭാവം വരും. സൗമ്യ ഭാവത്തിൽ ഇവർ പിന്നെ അങ്ങ് പവർലെസ് ആയിട്ട് നമുക്കും തോന്നും. ഇത് അതുവരെ നമ്മൾ ഈ പറഞ്ഞ പിക്കോളോ ആദ്യം കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പിക്കോളൊക്കെ ഏറ്റവും ഹൈപ്ഡ് ആയിട്ട് വില്ലനായിട്ട് എനിക്ക് സ്റ്റാർട്ടിങ് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ പിക്കോളോ തോപ്പിക്കാൻ പറ്റത്തില്ലെന്നൊരു വൈബില്ല. പിക്കോളോ ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെ എടുത്ത് കാലവാരി നിലത്തടിച്ച് വിടുക, ആ സെറ്റപ്പ് അടിച്ച് ഓടെ വിട്ടിടുക ആ സാധനം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് തോറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അയ്യോ അണ്ണ എന്നെ കൊണ്ട് ഫൈറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റൂല. അടിച്ചു വരുമ്പോഴാണ് അതിന്റെ ഒരു ഇത് നീ പറഞ്ഞ സാധനത്തിന്റെ പ്രസക്തത നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അങ്ങ് പവർലെസ് ആയി. ഈ ഇവനെ ഒരുത്തനെ അങ്ങോട്ട് തോപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെജിത്തെ പിന്നെ റൈവൽ ആക്കണുള്ളതുകൊണ്ട് മാത്രമാണ് അളിയന് വീണ്ടും പവർ കയറി പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഒരു തവണ ഗോക്ക് തോപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇല്ല, പിന്നെ അവൻ പവർലെസ്സാണ്. പിന്നെ അവനെ ആർക്കാണെങ്കിലും എപ്പോൾ ആണെങ്കിലും ചണ്ടയായി പിന്നെ അവൻ. ആ സെറ്റപ്പാ അത്. മറ്റുള്ള ആനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ആണെങ്കിൽ ക്രൊക്കഡൈലിനെ ലൂഫി തോപ്പിച്ചെന്നും പറഞ്ഞ് ഇനി ലൂഫി വന്നു കഴിഞ്ഞാൽ ഇനി ലൂഫിക്ക് വേണമെങ്കിൽ ഇനിയും കിട്ടും. ഇനി കിട്ടത്തില്ല. ഇപ്പം ലൂഫിയൊക്കെ വേറെ ലീഗ് ഓഫ് ഹിസ് ഓണായി, അത് വേറെ കാര്യം. പക്ഷേ എന്നും പറഞ്ഞാൽ വേറൊരുത്തൻ ചെന്നിട്ട് ഇപ്പം ഉസബൊക്കെ ചെന്ന് അടിക്കാൻ ഞാൻ തോന്നിയിരിക്കും. മറ്റേ വലിച്ചെടുത്ത് എരി മാത്രമാക്കി വെച്ചേക്ക് ഇടത്തൊക്കെ പിഴിയൂന്നിങ്ങനെ. ആ ഒരു ഇങ്ങനെ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ അങ്ങ് കുറച്ച് ഇത് ചെയ്യുന്നുണ്ട്. DBC വില്ലൻസിനെ പറ്റി DBC വില്ലൻസിനെ ബ്രോളി എനിക്കിഷ്ടം. ബിറൂസ് എന്റെ ബിറൂസ് ആണ്. വില്ലനല്ല പുള്ളിക്കാരൻ, ഡിസ്ട്രക്ഷൻ. പുള്ളിക്കാരൻ ഡിസ്ട്രക്ഷന്റെ ആളാണ്. ഡിസ്ട്രക്ഷൻ ആണ് അളിയനെ ചെയ്യേണ്ടുള്ളത്. ബ്രോളി വില്ലൻ എന്ന് പറയാൻ പറ്റുന്ന DBC ഈസ് എ മെന്റലി ഡിസ്റ്റർബ്ഡ് പേഴ്സൺ. ഒരു മെന്റലി ഡിസ്റ്റർബ് ചെയ്യാനാണ്, റേജ് കയറി പ്രാന്തനാവുന്ന ഒരുത്തനാണ്. DBSൽ വരുമ്പോഴത്തേക്കും പാവത്താന. തനിക്ക് കൂട്ടുകാരൊന്നും. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടത് മറ്റേ ഇല്ല ചെറുതുണ്ടല്ലോ, എന്റെ പേര് ഞാൻ മറന്നുപോയി. അല്ലല്ല മറ്റേ ഇവൻ ചെന്നിട്ട് മറ്റേ എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗോക്കു വല്ലും ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ട് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഇവൻ ഹെവനിലാണ് നിൽക്കുന്നത്. ആരായിരുന്നു മറ്റേ ഏറ്റവും പവർഫുൾ ബീയിങ്? ഏറ്റവും പവർഫുൾ ബീയിങ് അത് DBSലല്ലേ? ആ ഏറ്റവും പവർഫുൾ ബീയിങ് ഒംനിക്കിങ് വന്നിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യണമെന്ന്. ഓ ആയിക്കോട്ടെ ഒന്ന് തൊട്ട് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത കണ്ണു തുറക്കുമ്പോഴത്തേക്കും കാണുന്നത് ഹെവനാ. ഞാൻ ഇവിടെ നിന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞ ആവശ്യമില്ലാത്ത പിള്ളേരത്ത് അടികൂടായിരുന്നു. ഫ്രീസയാണ് റേസിസ്റ്റ് ആണ്, കട്ട റേസിസ്റ്റ് ആണ്. എല്ലാരും ഉണ്ട്. ബീറസ് ആക്ച്വലി പറയപ്പെടുന്നത് എങ്ങനെയാ, ബീറസ് ആണ് ഫ്രീസ ഏൽപ്പിച്ചത് പ്ലാന്റ് വെച്ചിട്ട് നശിപ്പിക്കാൻ. ഡിസ്ട്രക്ഷന്റെ ആള് ബീറൂസ് തന്നെയാ. ഫ്രീസ ഇസ് എ റേസിസ്റ്റ്. സെൽ വാണ്ടഡ് ടു ബിക്കം പെർഫെക്റ്റ്. അവർക്ക് അവരുടേതായ ഗോൾസ് ഉണ്ടായിരുന്നു. പക്ഷെ വെൻ കംസ് ടു നറൂട്ടോ ദേ ആർ ഓൾ ട്രൈങ് ടു ഗെറ്റ് പീസ്. ഇല്ല എനിക്ക് നറൂട്ടോയിലെ വില്ലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഗോഡ് ലെവൽ. കാരണം വില്ലന്മാർ എഴുതുന്ന കാര്യത്തില് എന്റെ ഗോൾ എന്ന് പറയുന്നത് എല്ലാവരും വില്ലൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ അറിയാവുന്ന നറൂട്ടോയിൽ ആകെ ഒരു വില്ലൻ എനിക്കറിയാവുന്ന ഹിതാന. ബാക്കിയുള്ള എല്ലാവർക്കും ഈവിൽ എന്ന് പറയുന്ന ആകെ ഹിതാ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും ഇപ്പം എൻ്റെ വീട്ടിലെ ഉറുമ്പുകളെല്ലാം ചത്തു കഴിഞ്ഞാൽ എനിക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ആ ഉറുമ്പുകളെല്ലാം കൊല്ലും. അതേപോലെയാണ് ഈ പറഞ്ഞ മെയിൻ വില്ലന്മാരെല്ലാം വന്നിട്ട് ഇപ്പം പെയിം വന്നിട്ട് എന്തോ ചെയ്യുന്നത്? പീസ് ഞാൻ തരാം, പക്ഷെ മനുഷ്യന്മാരാണ് പ്രശ്നം. എല്ലാം അതാ ഞാൻ പറഞ്ഞ എൻ്റെ ഗോൾ. എൻ്റെ ഗോൾ അത് ഈ പറഞ്ഞ പീസിൻ്റെ പല ഐഡിയോളജികൾ, പീസിലുള്ള പല ഐഡിയോളജീസാണ് ആ ഒരു ഇത് കാണിക്കുന്നത്. ഇപ്പം മാതര വന്നിട്ട് പറയുന്നത് എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോ, നിങ്ങൾക്കെല്ലാം ഞാൻ സ്വപ്നം കാണിച്ചു തരാം,
പീസ് ഇപ്പം വരും. എല്ലാവരും വിജയികളായിരിക്കും, എല്ലാവർക്കും പീസ് ആർക്കും സങ്കടം ഉണ്ടാകും. വേക്ക് അപ്പ് ടു റിയാലിറ്റി. എന്നിട്ട് എല്ലാവരെയും ഉറക്കാൻ നോക്കുന്ന പുള്ളിക്കാരൻ. അപ്പോഴ് അല്ലേ, ആണോ അല്ലോ? അല്ല കിടന്നുറങ്ങിയാലേ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. അല്ല സ്വപ്നം കാണാൻ കിടന്നുറങ്ങിയല്ലോ. ബൊറൂട്ടോടെ ലാസ്റ്റ് ഈ മറ്റേ കണ്ണു തുറക്കുന്നു, മാതൃ ചിരിക്കുന്നു, എൻഡ് ക്രെഡിറ്റ്സ്, അത് പൊളിക്കും കേട്ടാ. അല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് നരുറ്റോ ഫാൻസിന് അങ്ങ് ഹാപ്പി ആവും. പക്ഷേ സത്യം പറഞ്ഞാൽ മാങ്ക നല്ല രീതിയിലാട്ടോ പൊക്കോണ്ടിരിക്കുന്നത് ബൊറൂട്ടോടെ. ആരും കുറ്റം പറയരുത്, വളരെ നല്ല രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അല്ല അത് ഞങ്ങളും ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാങ്ക ഇസ് ഗുഡ്. പക്ഷേ സീരീസ് എന്തു ഇനിയിപ്പോ സീസണിലല്ലേ, ഇനിയിപ്പോ വരുന്ന എവിടെ കൊറേ ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട്. അത് ഏതോ ഒരുത്തൻ ഇന്നാൾ ഇട്ടേക്കുന്നുണ്ട്, ഏതോ ഹി വാസ് കമ്പയറിങ് വൺ പീസ് ആൻഡ് ബൊറൂട്ടോ. ഐ ഡോണ്ട് നോ വൈ. Leave him. Okay, let's come back to DBC. Okay. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം പിക്കിളോ എന്ന് പറഞ്ഞു. സോ കിങ് പിക്കിളോ ഉണ്ടായിരുന്നു ഈവിൾ വേർഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രസന്റ്ലി ഉള്ള പിക്കിളോ ഉണ്ട്. സോ ഇഫ് യു വെയർ ടു, ഞാൻ ഒരുപാട് മുമ്പിലോട്ട് ഈ പറഞ്ഞ ഡ്രാഗൺ ബുക്ക് തന്നെ പല രീതിയിൽ ഹൂക്ക് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് മൊത്തം, ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസിഷൻ സ്റ്റേജ് മൊത്തം എനിക്ക് വളരെ നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഫസ്റ്റിൽ കാണിക്കുമ്പോഴത്തേ ആ ഒരു വില്ലൻ ടു ആൻറ്റി ഹീറോ ടു സംബഡി ഹൂ ഈസ് വെരി അംബീഷ്യസ്. പിന്നീട് ഈ നമ്മുടെ ഗോകുവിൻ്റെ പവർ കണ്ടിട്ട് വളരെയധികം അസൂയ തോന്നുന്നൊരു ക്യാരക്ടറായിട്ടും, പിന്നീട് അതിൽ നിന്നിട്ട് സ്വയം പവർലെസ് ആണെന്ന് മറ്റേ ഇവനുമായിട്ടുള്ള ഫൈറ്റിനകത്ത് മനസ്സിലാവുമ്പോഴത്തേക്കും മനസ്സിലാവുമ്പോഴത്തേക്ക് വളരെയധികം ഡൗൺ ആയി പോവുകയും, പിന്നീട് ആ ഒരു ആൻറ്റി ഹീറോ സെറ്റപ്പിൽ ആ സമയത്ത് നിൽക്കുന്ന ആള് പിന്നീട് ഗോകുവിൻ്റെ മോൻ്റെ മെൻറ്ററായിട്ട് വരികയും, അതിനുശേഷം അങ്ങനെ ഒരു പിന്നീട് ഇവരുടെ വളരെ അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വളരെ അടുത്ത് പറഞ്ഞാൽ എപ്പോഴും പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാൻഡാണ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്. ബാക്കി ഇപ്പം ഇവർ യാമച്ച ഇവരൊക്കെ കാണുന്ന ആ ഒരു രീതിയല്ല. ആ കഥാപാത്രത്തിന്റെ പ്രസൻസ് ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന ആ ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു പിക്കിളോ എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കുര്യൻ എനിക്ക് വോയിസ് ആക്ടർ മയൂമി തനാക്കയാണ്. വേറൊരു കാര്യം, ആ ഒരു സൗണ്ട് എനിക്ക് കേൾക്കുമ്പം വൺ പീസ് ഓർമ്മ വരും. അങ്ങനെ പ്രാക്ടിക്കലി ദി സ്ട്രോങ്ങസ്റ്റ് ഹ്യൂമൻ ഈസ് കുര്യനാണ്. അതുപോലെ തന്നെ ഡി ബിയിൽ പറയുന്നുണ്ട്, അത് മീമാണെന്ന് തോന്നുന്നു. അപ്പം എന്തുവാ യു ഹാവ് എ ടെയിൽ യു ആർ എ വിയർഡ് കിഡ് എന്ന് ബൾമ പറയും. അപ്പം മീമാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫ്രം ഉണ്ടോ? അപ്പം ഗോകു പറയുന്നുണ്ട്, യു ആർ ലിവിംഗ് ഇൻ എ പ്ലാനറ്റ് ഹൂസ് പ്രസിഡന്റ് ഇസ് എ ഡോഗ് ആൻഡ് യു തിങ്ക് ഐ എം വിയർഡ് ആണ് പറയുന്നത്. ആ പ്ലാനറ്റിലെ പ്രസിഡന്റ്, അതായത് ഡി ബിയിലെ പ്ലാനറ്റിന്റെ പ്രസിഡന്റ് ഒരു പട്ടിയാണ്. ആ മറ്റേ രക്ഷിക്കാൻ പോകുന്നുണ്ടല്ലോ മറ്റേ റെഡ് അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ഇത് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, യു ആർ എ വിയർഡ് കിങ് വിത്ത് ടെയിൽസ് എന്ന് പറഞ്ഞു. അത് പറയുന്നത് ചെയ്യുന്നുണ്ട്. തിരിച്ചുള്ള റിപ്ലൈ എനിക്ക് ഡൗട്ടാ. ഇത് മറ്റേ ഒരു ഡേറ്റ് ഉണ്ടല്ലോടാ DBCയില് ഗോഡ്, മറ്റേ ചെറിയൊരു സാധനം, അതിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത്. ഗോകു കൈ എടുത്തിട്ട് അത് DBS ഓംനി കിങ് ഉള്ളത്. അതിങ്ങനെ അവനെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ തുടത്തുള്ളൂ. എന്നിട്ട് കണ്ണുറങ്ങുന്നത് ഇങ്ങനെ ഹെവനിൽ പോകുന്നത്. എന്റെ പേരെന്തായിരുന്നു? അതല്ലേ ഓംനി കിങ്? അല്ല ഓംനി വേറെ പേരുണ്ട്, ചെറിയൊരു പേരുണ്ട്, ചെറിയ സാധനം. പക്ഷേ സെനോയ്ക്ക് ഇങ്ങനെ വന്നിട്ട് തുടത്തുള്ളൂ. എന്റെ കണ്ണു തുറന്നോക്കുമ്പോഴത്തേക്ക് നിൽക്കുന്നത് കാമിസാമ ഫ്രണ്ട്, കാമയല്ല അതിന്റെ കാല ഫ്രണ്ട് ഇരിക്കുന്നു ഇങ്ങനെ. ഞാൻ എന്താ ഇവിടെ നിന്ന്, നീ എന്തിനാ ആവശ്യമില്ലാത്തവന്മാരുടെ തടി കൂടാൻ പോകുന്നത്, എന്തിനാ പറഞ്ഞത്? ഇവിടെ തിരിച്ചു പറഞ്ഞു വിടും. പിന്നെ വീണ്ടും ഗൾഫിൽ നിന്ന് വരും. അത് മറ്റേ കായ് പ്ലാനറ്റിൽ പോലും മരിച്ചതിന് ശേഷം കായ് പ്ലാനറ്റിൽ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കായ് പ്ലാനറ്റ് ആദ്യം പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം 10 ഇരട്ടി കിലോയാ അവിടെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റും. അതാ മറ്റേ ഡ്രാഗൺ പാത്തി കൂടെ പോകുന്നതാണെങ്കിലും നല്ല രസമായിരുന്നു.
ട്രെയിനിങ് സെഷൻസ് അടിപൊളിയായിരുന്നു. അങ്ങോട്ട് വന്നത് ദിവസങ്ങളൊക്കെ കഷ്ടപ്പെട്ടാ പോകുന്നത്, തിരിച്ച് പറന്നെങ്കിൽ വരും. അങ്ങോട്ട് ഓടിപ്പോ അതിനിടയ്ക്ക് ഒരു സത്രം കാണും, സത്രത്തിനകത്ത് കയറും. പിന്നീട് പിന്നെ അല്ല, ആദ്യം പോകുമ്പോ എനിക്ക് കഷ്ടപ്പെട്ടോട്ട് പിന്നെ സ്ഥിരം പോയി, പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണക്കാണ് പോയിട്ട് വരുന്നത് അവിടെ. ആ ഫൈറ്റ് കഴിഞ്ഞ് എല്ലാരും മരിക്കുമ്പോ മറ്റേ ടെലിപാത്തിക് കണക്ഷൻ വരും, നേരെ പോയാൽ മതി, അതിനിടയ്ക്ക് വരെ ഇന്നയാണ് അവിടെ കയറരുത്, കൈ പ്ലാനറ്റിൽ അണ്ണൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഫൈറ്റിന് ലെങ്ത് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുണ്ട് DBCയിൽ. അത് സൂപ്പർ സീൻ ലോഡിങ് തന്നെ ഒരു എപ്പിസോഡ് ഉണ്ട്. അല്ല, വൺ പീസ് ഇഷ്ടമുള്ള ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാം, എന്നാലും ഞാൻ പറയുക. But it was fun. It is fun and engaging. Anticipation was very exciting. ആന്റിസിപ്പേഷൻ ഉണ്ട്. പിന്നെ കുറച്ച് ഹൈ ലെവലിലാണ് ഫൈറ്റിംഗ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയൊക്കെ ഇടിച്ച് പൊളിച്ച് മൊത്തം നശിപ്പിച്ചാണ്, ഡിസ്ട്രക്ഷൻ ലെവൽ കൂടുതലാണ്. വെജിറ്റ വേഴ്സസ് ഗോക്കു ഫസ്റ്റ് ഫൈറ്റ്, കയോക്കൻ ടൈംസ് 3 or 4 അങ്ങാണ്ട് ചെയ്യുന്നത്, അതൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതൊക്കെ കണ്ടിട്ട് മറ്റേ രോമാഞ്ചം കണ്ടിട്ടുണ്ട്. പിന്നെ സ്പിരിറ്റ് ബോംബിന് വേണ്ടിയിട്ട് കൈ പൊക്കി നിന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. സ്പിരിറ്റ് ബോംബ് ഒരു കിടിലം. അത് ആദ്യം കാണിക്കാൻ കിടിലോ, എല്ലായിടത്തും ഇങ്ങനെ വരുന്നൊരു ഇത്, ആ ചുറ്റിനുള്ള പ്ലാനറ്റ്സും എല്ലാത്തിനും. അത് ആലോചിക്കണേ, ഏത് കാലഘട്ടത്തിൽ ഇറക്കിയ സാധനമാണെന്ന്. ഞാൻ അതാ പറഞ്ഞ, ലൈക്ക് നമ്മുടെ ഒരു ജനറേഷന് ദേ നോ ഗോക്കു ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദി അതർ ക്യാരക്ടേഴ്സ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അമ്മമാർക്ക് ഗോക്കുവിനെ അറിയാം. അതൊന്ന് ആലോചിച്ച് ഗോക്കുവിനെയും പിക്കച്ചുവിനെയും ഒക്കെ. പിക്കാച്ചു ഈസ് ലൈക്ക് ബ്രാൻഡ് ഫോർ ആനിമെ. നമ്മളെ ചോപ്പറിന്റെ സൗണ്ട് കൊടുത്തത് അവരല്ലേ? അതെ അതെ അതെ, പിക്കാച്ചു. അവർ ചുമ്മാ മറ്റേ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അവരിങ്ങനെ പഴയ വീഡിയോ പിക്കാച്ചുവിന്റെ സൗണ്ട് ഒന്ന് അനുകരിച്ച് കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ ചുമ്മാ മറ്റേ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ എന്നിട്ട് വെറുതെ എന്നങ്ങ് പറയും. അത്രയ്ക്ക് ഇത്. പിന്നെ നേരത്തെ പറഞ്ഞില്ല, അബ്രിഡ്ജ് വഴി വന്ന ഒരു ചോദ്യം, ലൈക്ക് വാസ് ഗോക്കു എ ബാഡ് ഫാദർ? നോ. എന്തുകൊണ്ട് ഗോക്കു ബാഡ് ഫാദർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ആനിമയിൽ നമുക്ക് തരുന്ന സർക്കംസ്റ്റാൻസസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പവർഫുൾ ആവണം, വൈ ഹീ നീഡ്സ് ടു ബി ദ സൺ നീഡ്സ് ടു ബി പവർഫുൾ എന്നുള്ളത് ഗോക്കുവിനറിയാം. തീർച്ചയായിട്ടും. പക്ഷെ ആദ്യത്തെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ വാണ്ട് എ വെരി സോളിറ്റ്യൂഡ് ലൈഫ്. സോ അവർ ആ ഒരു ലൈഫ് ജീവിക്കുകയാണ് അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൽമെന്ന് ചീച്ചിയും ഗോക്കുവും മോനും കൂടി ആ ഒരു കാട്ടിനകത്തല്ലേ. അതിനുശേഷം പിന്നെ ത്രെറ്റ് വരുന്നുണ്ട്. ത്രെറ്റ് ഈസ് കമ്മിങ് ഉണ്ട്. പിന്നെ നീ പറഞ്ഞാൽ ഈവൻ ഐ ഡോണ്ട് തിങ്ക് ഹി വാസ് എ ബാഡ് ഫാദർ. സെല്ലിനെ തോപ്പിക്കാൻ ഗോഹാന് കഴിയുന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അതിനെ ഗോഹാൻ പിന്നെ പവർഫുൾ ആയില്ല, നല്ല പവർഫുൾ ആയില്ല. പിന്നെ പക്ഷേ ഹി വാസ് നെർവ്ഡ് ഇൻ ദ റൈറ്റിംഗ്. പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ട്രെയിനിങ് വേണ്ടെന്ന് വെച്ചു, പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. അത് വേറൊരു കാര്യമുണ്ട്, അത് കുറച്ചും കൂടി അത് പ്രാക്ടിക്കലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചീച്ചി ആദ്യം മുതലേ ഈ പറഞ്ഞ ട്രെയിനിങ്ങും ഇവനെ ഈ ഒരു ഇത്രയും വളരെ ഹാർഡ്ഷിപ്പുള്ള സിറ്റുവേഷനിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നതിനോട് താല്പര്യമില്ല ആദ്യം പോലെ ചീച്ചിക്ക്. ചീച്ചി ആദ്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പഠിക്കണമെന്ന് പറയുന്നത്. ഇവൻ ഗോക്കു ഈസി ഗോയിങ് ആണ്. അവൻ എന്തോ ചേട്ടാ കാരണം ഇതിനെക്കുറിച്ചൊന്നും അവൻ ബോധമല്ല. കാരണം ഹീസ് നോട്ട് എ ഹ്യൂമൻ ആഫ്റ്റർ ഓൾ. സോ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് അവനൊരു വ്യക്തമായ ധാരണ ഉണ്ടോയെന്നൊരു എനിക്ക് സംശയമുണ്ട്. അല്ല, ഒന്നിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഇല്ലാതെ വഴിയിലൂടെ എല്ലാം പഠിച്ചു വന്ന വ്യക്തിയാണല്ലോ. സ്വന്തം ഭാര്യ പെണ്ണാണോ എന്ന് ചവിട്ടി നോക്കിയ പാർട്ടിയാ. പറയാൻ പോയത് ഗോൾഡൻ ടെമ്പേഴ്സ് DB ഗോൾഡൻ ടെമ്പേഴ്സിന്റെ മേളികട രണ്ടുപേരും കൂടെ പോയപ്പോഴത്തേക്കും പെണ്ണാണോ എന്ന് അറിയാൻ ചവിട്ടി നോക്കി. അത് ബുൽമയ്ക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ബുൽമയുടെ സീനൊന്നും പറയാതെ അങ്ങനെ. പിന്നെ ഈ ഒരു ത്രെറ്റ് വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിക്കോളോ ചെറുക്കനെടുത്തോണ്ട് പോവുകയല്ലോ. അപ്പോഴന്നെ ഹൈപ്പർബോളിക് ചേംബറിലെ ട്രെയിനിങ് ആണെങ്കിലും ഒക്കെ കിട്ടില്ല. ഇതായിരുന്നു എപ്പിസോഡ്സ് ആയിരുന്നു ഭയങ്കരമായിട്ട് മറ്റേ രോമാഞ്ചകുലനായിട്ടിരുന്ന സാധനങ്ങൾ. അതൊക്കെ ഞാൻ കുറച്ച് ഇനീഷ്യൽ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ പറയുന്നത് എനിക്കത് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് ഇനീഷ്യൽ എപ്പിസോഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നീട് എനിക്കൊരു പർട്ടിക്കുലർ മൊമെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ വന്താ സുട്ടാ സത്താ റിപ്പീറ്റാണ് എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അതിനുള്ള ഹൂക്കങ്ങ് പോയി. Physical training, I think many people got inspiration from DBC. Yeah, I got inspiration from Asta. Black Clover. In past, not now. In past.
ഫിറ്റ് ആക്കുക എന്നുള്ളൊരു മെയിൻ സംഭവം, അല്ലെങ്കിൽ മാർഷൽ ആർട്സിനോടുള്ളൊരു താല്പര്യം പലർക്കും DBCയിൽ ആസ്തേക്കാലം എനിക്ക് തോന്നുന്നത്, എനിക്ക് കൂടുതലെന്നുള്ളത് നമ്മുടെ മറ്റേ ബോക്സിങ് ആനിമ, എൻ്റെ പേരെന്തായിരുന്നു, ഹജിമേനോ ഇപ്പോ ഇന്ന കിടിലം അനിമയാണ് കേട്ടോ. വി വിൽ ബി ഡൂയിങ് ആൻ എപ്പിസോഡ് ഓൺ ഹാജിമെ വെരി സൂൺ. ഹജിമേനോ ഇപ്പോ ഈസ് വണ്ടർഫുൾ. നമുക്ക് ആ ഒരു റോക്കിയുടെ ഒക്കെ ഒരു ഗ്ലിംസ് കിട്ടും, റോക്കി സീരീസിന്റെ. മറ്റേ അതുപോലെ തന്നെ ഹാജിമേന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇസ് വെരി ഓസം. ബുള്ളി ടു ദ ഒരു എപ്പോഴും ബുള്ളിയുടെ ആയിക്കൊണ്ടിരുന്ന ഒരു പയ്യനിൽ നിന്നുള്ള വളർച്ച ഇസ് വെരി ഗുഡ്. അവസാനം ബുള്ളി ചെയ്തുകൊണ്ടിരുന്നവന്മാർ ഇവന്റെ ഫാൻസ് ആവും, അവിടാണ് അവന്റെ മാസ്. കുറച്ച് നൈസ്. അതുപോലെ തന്നെ DBCയിൽ ലൈക്ക് ഇറ്റ് ഈസ് ഗിവിങ് എ ലോട്ട് ഓഫ് ലെസൺസ് ടു ബി ഓണസ്റ്റ്. അതായത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല ഹാർഡ്ഷിപ്സിനെ നേരിടുക എന്നുള്ളൊരു സംഭവം എനിക്ക് കുറച്ച് ഇത് കിട്ടിയായിരുന്നു, ലെസൺസ് കിട്ടിയായിരുന്നു. അറിയാവുന്നുണ്ട്. ഇവന് ഇതിനകത്തിരുന്ന് ഡയലോഗ് അടിച്ച് നമ്മളെയും കൂടെ അകത്തോണ്ട് അല്ല, എനിക്ക് പേഴ്സണലി ഐ തിങ്ക് ഐ ലേൺ എ ലോട്ട് ഫ്രം ഗോക്കു ആൻഡ് വെജീറ്റ ടു ബി ഓണസ്റ്റ്. അവർ അഡൽട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഐ തിങ്ക് ഐ കുഡ് വെജീറ്റയായിരിക്കും കൂടുതലല്ലേ, കൂടുതൽ. അത് ഞാൻ ഇട്ട് കൊടുത്തുള്ളേ ഇവൻ കാരണം വെജിറ്റബിൾ എന്നാൽ നല്ല പടങ്ങൾ, റേസിസ്റ്റ് പടങ്ങൾ അത് ഇൻഹറന്റ് ആയിട്ട് എല്ലാവരിലും ഉള്ളതുകൊണ്ട് എല്ലാവരും ഈ മൈക്ക് ഓഫ് ഒരിക്കലും ഞാൻ ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു ഇതിനും എല്ലാത്തിനും എതിരാണ് ഇങ്ങനെയുള്ള. Just humans, guys. Just humans. They're just humans. നല്ലൊരു ചീത്തയൊക്കെ എല്ലാ ഇതിനകത്തുണ്ട്. നല്ലൊരു ചീത്ത എന്ന് പറഞ്ഞ സാധനമല്ല, എല്ലാം ഗ്രേ സ്കെയിലിനകത്ത്. മലയാളത്തിൽ പായും കൂയും കായും ഒക്കെ ചേർത്ത് വിളിക്കാവന് അന്നേരം റേസിസ്റ്റ് അല്ല. ഏതാ ഇല്ല ഞാൻ അങ്ങനെ ചീത്ത അങ്ങനെ ഒരാളായിട്ട് വിളിക്കാറില്ല. ഒരാളെ അങ്ങനല്ല ഞാൻ എന്നെ പഴിച്ചുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴും വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിളിക്കാറില്ല. ഒരാളിനെ ഞാൻ ഇത് ചെയ്തുകൊണ്ട് ഒരിക്കലും വിളിക്കാറില്ല. സോ എല്ലാവരിലും ഒന്നുമില്ല, എല്ലാവരിലും ഉണ്ട്. ഒരു അപ് ടു ലെവലുണ്ട്. അത് എത്രത്തോളം എത്രത്തോളം അവർ പോർട്രേ ചെയ്യുന്നു, കാര്യങ്ങൾ പഠിക്കുക, അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൂ. സോ ഐ ആം വെരി യുണീക്ക്, യു നോ. ചിലപ്പോ അവനോട് തന്നെ ബഹുമാനം തോന്നി എണീറ്റ് ഞാൻ 1 മിനിറ്റ് എഴുന്നേറ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അവൻ DBC തുടങ്ങി അവനെ തന്നെ പൊക്കാൻ തുടങ്ങി. അപ്പം കഴിഞ്ഞ 50 മിനിറ്റായി. ഇനിയും പോണോ? ഇതുവരെ 1 മണിക്കൂർ വരെ DBCയിലേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ വീഡിയോ ഇത് നീ കട്ട് ചെയ്ത് കളയോടാ എന്നറി. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ടവരോട് നന്ദി അറിയിച്ചുകൊണ്ട്, പിന്നെ യൂഷ്വൽ ഡ്രിൽ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാമേഹമേഹ എന്ന് കമന്റ്. അതിലും ഐക്കോണിക് ആയ ഒരു ഡയലോഗ് ഈ ലോകത്ത് തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഫോഴ്സ് ഫോഴ്സ് മറ്റേ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പലരും ശ്രമിച്ച് പാളിയവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സോ അത് വേറെ അപ്പോൾ വീഡിയോ ഫുൾ കണ്ടവരെ കമേഹമേഹ എന്ന് കമന്റ് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് DM ചെയ്യുക, കമന്റ് ചെയ്യുകയോ ചെയ്യാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ തൊരിയാമയ്ക്കും അതെ ഈ പറഞ്ഞ വോയിസ് ആക്ടർ, നമ്മുടെ ഗോകുവിന്റെ വോയിസ് ആക്ടറിനും എല്ലാവർക്കും ഞങ്ങളുടെ റെസ്പെക്ട്, പ്രത്യേകിച്ച് അക്കിറ ടോറിയാമ-സാന് വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിലും ഞങ്ങളൊക്കെ ആനിമേ ജീവിതം തുടങ്ങുന്നത് കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഡ്രാഗൺ ബോൾസ് കണ്ടു, പോക്കിമോനും കണ്ടോട്ടാണ്. അതെ, പോക്കിമോണും ആഷ് കെച്ചമും ഗോക്കു അല്ലെങ്കിൽ വെജീറ്റ. അപ്പോൾ നന്ദി, നമസ്കാരം.